എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഏത്തക്കായയും കടലയും കൂടി ചേർത്തിട്ടുള്ള നാടൻ എരിശ്ശേരിയാണ്. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് 3 കായയും 150 ഗ്രാം അളവിലെ കടലയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കായ കഷ്ണങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുള്ള കായ കഷ്ണങ്ങളിലേക്ക് കടല, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്ന് അരച്ചെടുക്കണം. വലിയ അരമുറി നാളികേരത്തിൽ നിന്നും 1 കൈപ്പിടിയോളം നാളികേരം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള നാളികേരത്തിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും നല്ല ജീരകവും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വെന്തു വന്നിട്ടുള്ള കായ കഷ്ണങ്ങളിലേക്ക് ചേർക്കാം. അരപ്പും കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. കറി തിളക്കാതെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും കൊച്ചുള്ളിയും പറ്റൽമുളകും ചേർത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാളികേരം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. നാളികേരം നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മുരിയിച്ചതിന് ശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് മൂടിയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം കറിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോൾ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ വിളമ്പാവുന്നതാണ്.